ഐഫോൺ 16 ആൻഡ് 16 പ്രോ ഇനി 2024 സെപ്റ്റംബർ മുതൽ അടുത്ത സെപ്റ്റംബർ വരെ മാർക്കറ്റ് ഭരിക്കാൻ പോകുന്ന അടുത്തൊരു ഫോൺ സെക്ടറാണ് ഐഫോൺ 16 ആൻഡ് 16 പ്രോ എന്ന് പറയുന്നത്. സോ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണുക. നമുക്ക് കിട്ടിയ എല്ലാ ലീക്സും റൂമേഴ്സും റിപ്പോർട്ടും ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. സോ എന്തായാലും നല്ലൊരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ലഭിക്കും. ഒന്നാമത്തെ കാര്യം ഡിസൈൻ എന്ന് പറയുന്നത് ഐഫോൺ 16ലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ഐഫോൺ 11ഉം ആ പറഞ്ഞ ഡിവൈസിൻ്റെയൊക്കെ ഒരു ക്യാമറ മൊഡ്യൂളിൻ്റെ ആ ഒരു ഡിസൈനിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. ഈ ഒരു ഡിസൈൻ അതിൽ ചെറിയൊരു ബമ്പും ബാക്കി കാര്യങ്ങളൊക്കെ വെച്ചാണ് ഐഫോൺ 16ലേക്ക് കൊണ്ടുവരുന്നത്. അതിനും കാരണം കൂടെ ഉണ്ട്. നമ്മുടെ ഐഫോൺ 15 പ്രോയിലും മാത്രമല്ല, ഈ പ്രോ മാക്സിലും പ്രോയിലും മാത്രം വരുന്ന സ്പേഷ്യൽ വീഡിയോ റെക്കോർഡിംഗ് 16 നോൺ പ്രോ സീരീസിലും നമുക്ക് ലഭിക്കുന്നുണ്ട്. സോ ആ ഒരു ക്യാമറ മൊഡ്യൂൾ അങ്ങനെ പ്ലേസ് ചെയ്താൽ മാത്രമാണ് ഈ പറഞ്ഞ സ്പേഷ്യൽ വീഡിയോ 16 സീരീസിൽ നോൺ പ്രോ 16 സീരീസിലും സൂപ്പറായിട്ട് എടുക്കാൻ പറ്റുള്ളൂ. അതേപോലെ 16 പ്രോയിലും നമുക്ക് ക്യാമറയുടെ ഭാഗത്ത് അല്ലെങ്കിൽ ക്യാമറ ഡിസൈൻ്റെ ഭാഗത്ത് വലിയ ചേഞ്ചസോ ബാക്കി അലങ്കാര പണികളോ ഒന്നും കാണില്ല. കാരണം ആപ്പിൾ അങ്ങനെ വെക്കണതിന് ഒരു പെർട്ടിക്കുലർ റീസൺ ഉണ്ട്. ഈ 3 ക്യാമറ ട്രയാങ്കിൾ ഷേപ്പിലിരിക്കുന്നതാണ്. ഓരോ ക്യാമറയിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഇപ്പോൾ 0.5x 1x 5x 3x എന്നിങ്ങനെ കുറേയധികം നമുക്ക് സ്കോപ്പുകളും അതേപോലെ ബാക്കി ലെൻസുകളും ചേഞ്ച് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ആ ഒരു ഫ്ലോയിൽ ക്യാമറ ജമ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ട്രയാങ്കുലർ ഷേപ്പ് ആപ്പിൾ ഇപ്പോഴും 11 പ്രോ തൊട്ട് 15 പ്രോ വരെയും കണ്ടിന്യൂ ചെയ്യുന്നത്. ആ ഒരു ഫ്ലോ വേറെ ഏത് ഡിസൈനിലേക്ക് കിട്ടുന്നോ ആ ഒരു സമയം തൊട്ട് ആപ്പിൾ ഈ പറഞ്ഞ ക്യാമറ ഡിസൈൻ മാറ്റാൻ ചാൻസ് ഉണ്ട്. ആൻഡ് ബോഡിയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് 16ലേക്ക് വേറെ മാറ്റങ്ങളൊന്നും കാണുന്നില്ല. 16 പ്രോയിലേക്ക് ഒരു പുതിയ ബട്ടൺ വരുന്നുണ്ട്. അതിൻ്റെ പേരാണ് ക്യാമറ ക്യാപ്ചർ ബട്ടൺ എന്ന് പറയുന്നത്. ഈ ഒരു ക്യാമറ ക്യാപ്ചർ ബട്ടൺ എന്ന് പറയുമ്പോൾ നമുക്ക് യൂഷ്വലി നമ്മുടെ DSLR ഫോട്ടോ എടുക്കുന്ന പോലെ ഈ ഫോൺ പിടിച്ചിട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഒരു ബട്ടൺ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ക്യാമറാസിലെ ഫോട്ടോസ് എടുക്കാം. അതേപോലെ സൂമും സൂം ഔട്ടും ചെയ്യാണ്ട് സ്ക്രോൾ ചെയ്യും. നമ്മുടെ ഈ സ്വൈപ്പ് ചെയ്താൽ മതി. ആ ഒരു സ്വൈപ്പിൽ തന്നെ സൂം ഇന്നും സൂം ഔട്ടാവും. ഈ ഒരു കീയിൽ ഇനി അഡീഷണൽ ആക്സസിബിലിറ്റീസ് ആപ്പിൽ കൊണ്ടുവരുമെങ്കിൽ അത് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് എല്ലാ യൂസേഴ്സിനും യൂസ് ചെയ്യാൻ പറ്റും. രണ്ടാമതാണ് ഡിസ്പ്ലേ എന്ന് പറയുന്നത്. ഡിസ്പ്ലേക്ക് നോക്കുമ്പോൾ നമുക്ക് 2 ഡിവൈസിനും അതായത് നോൺ പ്രോ സീരീസിനും പ്രോ സീരീസിനും സൈസ് വലുതാകുന്നുണ്ട്. 6.1 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ 6.3 ഇഞ്ചും 6.7 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ 6.9 ഇഞ്ചിലേക്കും ഡിസ്പ്ലേ സൈസ് കൂടുന്നുണ്ട്. അതേപോലെ ഡൈനാമിക് അല്ലെങ്കിൽ നമ്മുടെ നോൺ പ്രോ സീരീസിലും പ്രോ സീരീസിൽ നമുക്ക് ഈ പറഞ്ഞ പഞ്ച് ഹോളിലെ ചെറിയ പഞ്ച് ഹോളിൻ്റെ കട്ടൗട്ടിലേക്ക് വരാനുള്ള ചാൻസ് ചെയ്യുന്നുണ്ട്. അതേപോലെ 2025 വരുന്ന ഐഫോൺ 17 സീരീസിലേക്ക് ചിലപ്പോൾ അത് വരാനും ചാൻസ് ഉണ്ടെന്ന് ഒരു കരക്കമ്പി കേട്ടിട്ടുണ്ട്. ഈ പറയുന്ന ഡിസ്പ്ലേയുടെ കട്ടൗട്ട് മാത്രം ആണ് നമുക്ക് ഇപ്പോൾ വരുന്ന ആ ഒരു ഡൗട്ട്. അതേപോലെ ഡിസ്പ്ലേയിൽ വരുന്ന ടെക്നോളജി പ്രോ സീരീസിൽ വരുന്ന ടെക്നോളജി എന്ന് പറഞ്ഞാൽ MLA OLED ഡിസ്പ്ലേ ആണ്. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ ബാറ്ററിയുടെ യൂസേജ് നന്നായിട്ട് കുറക്കും, എഫിഷ്യൻസി നന്നായിട്ട് കൂട്ടും. ഡിസ്പ്ലേയുടെ കളറ് അതേപോലെ ബ്ലാക്ക് വൈറ്റ് ഈ പറഞ്ഞ എല്ലാ കളേഴ്സും പ്യുവറും വിവിഡായിട്ട് കിട്ടും. അതേപോലെ തന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴുള്ള ബ്രൈറ്റ്നസിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് നന്നായിട്ട് കൂടും. ഇപ്പം തന്നെ നമുക്കറിയാം ഇൻഡസ്ട്രി ലീഡിങ് ആയിട്ടുള്ള നല്ല പീക്ക് ബ്രൈറ്റ്നസ് ഐഫോൺ തരുന്നുണ്ട്. അതിനേക്കാട്ടും ബെറ്റർ ആയിട്ടുള്ള പീക്ക് ബ്രൈറ്റ്നസ് ഐഫോൺ 16 പ്രോ സീരീസിലേക്ക് വരുന്നതാണ് പറഞ്ഞത്. ഇനി ആ ഒരു ഡിസ്പ്ലേയുടെ അടുത്തൊരു ഭാഗമാണ് 60 Hz ആണോ അതേപോലെ 90 Hz ആണോ അല്ലെങ്കിൽ പ്രോ ഡിസ്പ്ലേ ആണോ. ഐഫോണിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ആപ്പിളിൻ്റെ ആ ഒരു കാര്യത്തിൽ ഒരിക്കലും പ്രോ കാര്യങ്ങൾ അതായത് പ്രോ എന്ന് പറയുന്ന ഒരു കാര്യങ്ങളും നോൺ പ്രോ സീരീസിലേക്ക് ആപ്പിൾ കൊടുക്കാറില്ല. അതുകൊണ്ട് തന്നെയാണല്ലോ പ്രോ എന്ന് പറഞ്ഞ അല്ലെങ്കിൽ പ്രോ XDR ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ ആ ഒരു 120 Hz മാറ്റിയിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇതിലും നമുക്ക് ചിലപ്പോൾ 60 Hz തന്നെ ആയിരിക്കും വരാൻ പോകുന്നത്. 60 Hz ഒരു 90 Hz കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. അല്ല ഈ പറയുന്ന 120 Hz മാറ്റി ഈ പറഞ്ഞ പ്രോ ഡിസ്പ്ലേ 144 Hz മാറ്റിയിട്ട് പ്രോ XDR ഡിസ്പ്ലേ ഇപ്പോൾ യൂസ് ചെയ്യുന്ന 15 പ്രോയിലൊക്കെ യൂസ് ചെയ്യുന്ന പ്രോ XDR ഡിസ്പ്ലേ അല്ലെങ്കിൽ 120 Hz നേരെ നോൺ പ്രോ സീരീസിൽ വെച്ചാൽ ബെറ്റർ ആയിരിക്കും. പക്ഷേ ആപ്പിളിൻ്റെ ആ ഒരു എന്താ പറയുക പ്രകൃതി അനുസരിച്ച് ആപ്പിൾ ഒരിക്കലും പ്രോ എന്ന് പറയുന്ന അല്ലെങ്കിൽ പ്രോ എന്ന് ചെല്ലപ്പേരിട്ട് വിളിക്കുന്ന ഒരു കാര്യവും നോൺ പ്രോ സീരീസിൽ വെക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രോ എന്ന് പറഞ്ഞ #ടാഗ് ആപ്പിൾ ഇതിന് കൊടുത്തിരിക്കുന്നത്. അതേപോലെ നമ്മുടെ മൂന്നാമത്തെ കാര്യമാണ് ചിപ്സെറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ചിപ്സെറ്റിൻ്റെ കാര്യത്തിലും നമുക്ക് ഇപ്പോൾ 2023 റിലീസായ ഐഫോൺ 15 ആ ഒരു ഭാഗം വെച്ച് തന്നെ നമുക്ക് കറക്റ്റായിട്ട് ഒരു ക്ലാരിറ്റി ചിപ്സെറ്റിൽ വന്നിട്ടുണ്ട്. കാരണം നേരത്തെയൊക്കെ ആപ്പിൾ യൂസ് ചെയ്തിട്ട് പ്രോ സീരീസിൽ വരുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന A16 ബയോണിക് എന്ന് പറഞ്ഞ ചിപ്സെറ്റ്
അടുത്ത വർഷം ഇറങ്ങുന്ന നോൺ പ്രോ സീരീസിൽ കൊടുക്കാറായിരുന്നു പതിവ്. പക്ഷേ 15 പ്രോയിലേക്ക് വന്നപ്പോൾ A17 Pro എന്ന പേരിൽ ഒരു പുതിയ കാറ്റഗറി ആപ്പിൾ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 16 പ്രോയിലേക്ക് വരുമ്പോൾ നോൺ പ്രോ സീരീസിന് ബയോണിക് ചിപ്സെറ്റ് ആയിരിക്കും വരാൻ പോകുന്നത്. ബയോണിക് എന്ന് പറഞ്ഞ പേരുന്ന എല്ലാ ചിപ്സെറ്റും ആപ്പിൾ നോൺ പ്രോ സീരീസിലും, ഇനി 18 Pro 19 Pro എന്ന് ചില പേരുന്ന എല്ലാ പ്രോ ചിപ്സെറ്റുകളും പ്രോ സീരീസിൽ മാത്രമായിട്ട് ആപ്പിൾ കൊടുക്കും. അതിന് ഒരു ക്ലിയർ കട്ട് ക്ലാരിറ്റിയാണ് iPhone 15 നമുക്ക് കാണുന്ന ആ ഒരു ചിപ്സെറ്റ് എന്ന് പറഞ്ഞത്. സോ ഇനി മുതൽ പ്രോ ചിപ്സെറ്റ് ഈ പറഞ്ഞ പ്രോ ഡിവൈസുകൾക്കും ബയോണിക് ചിപ്സെറ്റ് ഈ പറഞ്ഞ നോൺ പ്രോ സീരീസിൽ വരാനാണ് ചാൻസ്. ആപ്പിളിൻ്റെ ഇത്രയും നാളത്തെ ആ ഒരു യൂസേജ് അല്ലെങ്കിൽ അവരുടെ ഒരു പാത്ത് അനുസരിച്ചും അങ്ങനെ ആയിരിക്കും. അല്ലെങ്കിൽ ഇനി A18 Pro അല്ലെങ്കിൽ A18 ബയോണിക് എന്ന് പറഞ്ഞ ചിപ്സെറ്റ് എല്ലാ ഡിവൈസിലും കൊടുക്കും എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു കാര്യത്തിൽ എനിക്ക് അത്രയും വിശ്വാസമില്ല. കാരണം നമുക്കറിയാം ഇത്രയും നാളായിട്ട് ആപ്പിൾ ഈ പറഞ്ഞ Pro XDR പ്രോ ഡിസ്പ്ലേ നോൺ പ്രോ സീരീസിൽ കൊടുത്തിട്ടില്ല. അത് തന്നെ ഈ ഒരു കാര്യത്തിൽ വലിയൊരു തെളിവാണ്. ഇനി ക്യാമറയിലേക്ക് നോക്കുകയാണെങ്കിൽ അൾട്രാ വൈഡ് ക്യാമറയിൽ 48 MP ആപ്പിൾ കൊണ്ടുവരുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു സൂപ്പർ പെരിസ്കോപ്പ് ലെൻസ് ഈ പറഞ്ഞ പ്രോ സീരീസിലേക്ക് ആപ്പിൾ ആഡ് ചെയ്യും. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള പെരിസ്കോപ്പ് ലെൻസിൻ്റെ യൂസേജ് ആപ്പിളിൻ്റെ യൂസേഴ്സിന് എടുക്കാൻ പറ്റും. അതേപോലെ ഫ്രണ്ട് ക്യാമറയിൽ 24 MP ഫ്രണ്ട് ഫേസിങ് ക്യാമറ വരും എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇത്രയും നാളും 12 MP തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നൈറ്റ് ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ എസ്പെഷ്യലി നൈറ്റിൽ നമ്മൾ ഈ പറയുന്ന സെൽഫി എടുക്കുകയാണെങ്കിൽ നല്ല അട്ടർ ഷോക്കാണ് ഈവൻ ദോ 15 Pro and 15 സോ ആ ഒരു കാര്യത്തിൽ മാറ്റം വരുത്താൻ വേണ്ടി അറ്റ്ലീസ്റ്റ് 24 MP ജമ്പ് ചെയ്യുന്നതാണ് നമുക്ക് കിട്ടുന്ന ന്യൂസ്. ഇനി സോഫ്റ്റ്വെയർ പരമായിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. സോഫ്റ്റ്വെയർ പരമാണെങ്കിൽ അഫ്കോഴ്സ് iOS 18 നമ്മുടെ ഈ പറയുന്ന iPhone 16 എന്ന് പറഞ്ഞ ഡിവൈസ് പവർ ചെയ്യാൻ പോകുന്നത്. സോ ഈ ഒരു ഡിവൈസിൽ ഈ പറഞ്ഞ iOS 18 നല്ല രീതിക്കുള്ള വണ്ടേഴ്സ് കാണിക്കും. അതിന് ഏറ്റവും വലിയ ആ ഒരു എക്സാമ്പിളാണ് ടിം കുക്ക് തന്നെ പറഞ്ഞിട്ടുണ്ട്. iOS 18 സിറിയുടെ ആ ഒരു യൂസേജും അല്ലെങ്കിൽ സിറിയുടെ പൊട്ടൻഷ്യലും നല്ല രീതിക്ക് കൂട്ടുന്നുണ്ട്. അതിനു വേണ്ടി തന്നെ നല്ലൊരു ടീമിനെ ആപ്പിൾ ഹയർ ചെയ്തിട്ടുണ്ട്. ആൻഡ് നല്ലൊരു മണി അല്ലെങ്കിൽ ഒരു എമൗണ്ട് ഓഫ് കാശ് ഈ പറഞ്ഞ സിറി അല്ലെങ്കിൽ AI ആപ്പിൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആപ്പിൾ മാത്രമല്ല ഒരു 100ഓളം കമ്പനികൾ വരുന്ന വലിയൊരു ബോർഡ് ഉണ്ടാക്കി ഈ പറഞ്ഞ AI എത്തിക്കലായിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കാനും അതേപോലെ നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ട്രെയിനിങ് കൊടുക്കാനുള്ള ആ ഒരു ബോർഡ് ഇപ്പോൾ ഓൾറെഡി സെറ്റായിട്ടുണ്ട്. സോ ഈ പറയുന്ന AI അല്ലെങ്കിൽ സിറിയുടെ കാര്യങ്ങൾ യൂസ് ചെയ്തുകൊണ്ടുള്ള വലിയൊരു മാറ്റം iOS 18 iPhone 16 നമുക്ക് കാണാൻ പറ്റും. അതോടൊപ്പം ഇൻ ഡിവൈസ് അല്ലെങ്കിൽ ഓൺ ഡിവൈസ് ആയിട്ടുള്ള കുറേയധികം AI ഫീച്ചേഴ്സും iPhone 16 ഒളിച്ചിരിപ്പുണ്ട്. ഇനി സ്റ്റോറേജിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ iPhone 16 പ്രോയിലും പ്രോ മാക്സിലൊക്കെ നമുക്ക് 2 TB വരെ, അതായത് 2 TB വരെ സ്റ്റോറേജ് ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ പണ്ട് ഞാൻ കണ്ടിട്ടൊരു ഫോട്ടോ, ഒരു 128 KB ഒരു മെമ്മറി, 128 KB മെമ്മറി എന്ന് പറഞ്ഞാൽ ഈ ഒരു സൈസിൻ്റെ അത്രയും ഉണ്ടായിരുന്നു ഒരു 128 KB എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ 2 TB എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു സൈസ് ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടോ, ഈ ഒരു സൈസിലേക്ക് ഈ പറഞ്ഞ 2 TB ചെറുതായി. അത്രയും വലിയ ടെക്നോളജി നമ്മുടെ ഈ പറഞ്ഞ കഴിഞ്ഞ വർഷങ്ങളിൽ എല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ട്. സോ 2 TB സ്റ്റോറേജ് വരാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്കുള്ള ആ ഒരു കോണ്ടൻറ്റുകൾ ഈ പറഞ്ഞ ഐഫോണിൽ മാത്രം നമുക്ക് ഷൂട്ട് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. സോ ആ ഒരു സ്റ്റോറേജ് സ്പെക്കിലേക്കും ഐഫോൺ ഈ പറഞ്ഞ 16 സീരീസ് ജമ്പ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ബാറ്ററിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഒബ്വിയസ്ലി 15 സീരീസ് അത്യാവശ്യം നല്ല രീതിക്കുള്ള ബാറ്ററി വരുന്നുണ്ട്. കമ്പയറിങ് ടു ആൻഡ്രോയിഡ് ഫോൺ ഐഫോൺ അത്രയും ബാറ്ററി ബാക്കപ്പ് ചിലപ്പോൾ തരില്ലായിരിക്കും. പക്ഷേ കമ്പയറിങ് ടു അതർ ഐഫോൺസ് എന്തായാലും iPhone 15 Pro സീരീസും നല്ല ബാറ്ററി ബാക്കപ്പാണ് തരുന്നത്. സോ അതിനേക്കാട്ടും നല്ല ബെറ്റർ ആയിട്ടുള്ള ബാറ്ററി ബാക്കപ്പ് ആയിരിക്കും ഈ പറഞ്ഞ iPhone 16 സീരീസിലേക്ക് വരുമ്പോൾ. കുറച്ചധികം ചെറിയ ചെറിയ അക്കങ്ങളിലെ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും ആ ഒരു വ്യത്യാസം നമ്മുടെ ഈ ഒരു യൂസേജിൽ നമുക്ക് പ്രകടമായിട്ട് തന്നെ കാണാൻ പറ്റും. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതേപോലെ ഹെൽപ്ഫുൾ ആണെന്ന് വരുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ ഇതേപോലെ പുതിയ പുതിയ കാര്യങ്ങൾ അറിയാനായിട്ട് നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഇസ് Xavier signing from Evika.